അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ, എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പം 5 നോയമ്പ് കഴിഞ്ഞു അല്ലേ? റാഹത്തായി കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ? നോൻപൊക്കെ റാഹത്തായി കഴിഞ്ഞില്ലേ? അപ്പോൾ ബാക്കിയുള്ള നോൻപൊക്കെ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാനില്ല, നോൽക്കാനുള്ള ആരോഗ്യം ആയുസ്സൊക്കെ റബ്ബ് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണല്ലേ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഏതായാലും നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. നമുക്കിന്ന് നോമ്പ് തുറക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ചെടിക്കൊക്കെ വെള്ളം നനച്ച് മുറ്റടിച്ച് വരാനൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ച് നമ്മൾ മുറ്റൊക്കെ അടിച്ചു വരി. അപ്പോൾ നമ്മൾ ഈ അടുക്കേണ്ട വാതിലുണ്ടല്ലോ, ആകെ പെയിൻ്റൊക്കെ പോയി ഇങ്ങോട്ട് ആകെ ഇങ്ങോട്ട് ഈങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഞാനും തന്നെ വിചാരിച്ച് നമുക്ക് ജനലിനും വാതിലിനൊക്കെ അടിച്ചാൽ കൊടുന്ന പെയിൻറ്റ് ഉണ്ടായി കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം നമ്മൾ എന്താട്ടിന്നറിയോ, ഞാൻ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് ഈ നമ്മളെ വാതിൽ കട്ടിലൊന്ന് അടിച്ചാലോ എന്ന് വിചാരിച്ച്. ഇതൊന്നും ഇപ്പം എഴുതി പഠിച്ചിട പണിയല്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഈ പെയിൻറ്റിങ് കേട്ടോ. അപ്പം അത് എഴുതി പഠിച്ചൊന്നും വേണ്ട, നമുക്ക് തന്നെ സ്വയം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പണി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി, കുറച്ച് പെയിൻറ്റും ഒരു ബ്രഷും എടുത്തിട്ട് ഞാനൊന്ന് പെയിൻ്റ് അടിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കിട്ടോ. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തേക്കണം കേട്ടോ നമ്മൾ ഈ വാതിൽക്കട്ടിൽ. അപ്പോൾ ഞാൻ ഈ നോമ്പിൻ്റെ മുന്നേ ഞാൻ അടിച്ചണമെന്ന് വിചാരിച്ചിന് കേട്ടോ. പക്ഷേങ്കിൽ നമുക്ക് കഴിഞ്ഞില്ല. നമ്മളെ ഹാളും ഇതൊക്കെ അടിച്ചുകൊണ്ട് പെയിൻ്റൊക്കെ നിലത്തൊക്കെ ചാടിയിട്ട് അതൊക്കെ നന്നാക്കണ പണി തന്നെയാണ് നമുക്ക്. നോൽമ്പിൻ്റെ തലേന്ന് വരെ പണി തന്നെയാണ്, നോൽമ്പിൻ്റെ അന്നും പണി തന്നെയാണ്. നമ്മളെ സൈനത്തെ പറഞ്ഞേക്കണേ നമ്മളോട് കേട്ടോ, ഇങ്ങനെ നോൽമ്പ് പണി കജ്ജാതെ നോൽമ്പ് ഒരുക്കാൻ കജൂല, ക്ഷീണയിക്കാരെന്നൊക്കെ പറഞ്ഞ് എന്താപ്പം കാട്ടുന്നത്. ഏതായാലും നമ്മൾ എടുക്കണ്ടേ, നമ്മൾ തന്നെ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചിനി ഞാൻ ഈ വാതിൽക്കട്ടും കൂടി കണ്ട് നന്നാക്കി എടുക്കണം എന്നൊക്കെ കേട്ടോ, പെയിൻ്റ് അടിച്ച് കണ്ട്. അപ്പോഴാണ് അതൊന്നും കൂടിയില്ല. അപ്പോൾ ഇന്നാണ് നമുക്ക് കൂടിയിരിക്കണത്. കാരണം നോമ്പായതുകൊണ്ട് ചായയും കടി ഉണ്ടാക്കണ്ടല്ലോ, ചോറും കൂട്ടാനും ഉണ്ടാക്കണ്ടല്ലോ. ഒരു 3 മണിയാകുമ്പോൾ പിന്നെ നമ്മൾ അടുക്കളയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായണം. രാവിലെ പരക്കം പായണത് 3 മണിക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായി സെറ്റായി വന്നിക്കണല്ലേ നമ്മളെ വാതിൽക്കട്ടിൽ. കണ്ടില്ലേ, സുന്ദര കുട്ടപ്പനായിട്ടില്ലേ? അപ്പം ആദ്യമായിട്ട് അടിച്ചാണെന്നൊന്നും തോന്നണമെന്നില്ലല്ലോ, ഇല്ല, നല്ല അടിപൊളിയാണ്. അപ്പം നമ്മളുണ്ടല്ലോ കുറച്ച് കസ്റ്റാർഡ് വാങ്ങി കൊടുന്നിട്ട് നമുക്ക് കുറച്ച് എന്താ പിന്നെ പറയുക, ഫ്രൂട്ട് സലാഡ് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു ഉറുമാമ്പഴം, ഒരു ആപ്പിള്, 2 മാങ്ങ, കുറച്ച് പഴം ഒക്കെ കൊടുന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അയലോക്കത്തുനിന്ന് കുറച്ച് കൊടുത്തിന് കേട്ടോ, സനുവിനും മിന്നൂട്ടിക്കും. അപ്പം അത് കിട്ടിയപ്പോൾ തുടങ്ങിയേക്കണം കേട്ടോ, അമ്മച്ചി അമ്മക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാൻ നമ്മളെ വലിയവനെ കൊണ്ടൊരു കസ്റ്റാർഡിൻ്റെ പൊടിയും 2 പാലും പേക്കും കൊടുന്നിട്ടോ. അപ്പോൾ കുറച്ച് തോന ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 2 ദിവസം എടുക്കാമല്ലോ. നോമ്പൊക്കെ തുറന്ന് ഇങ്ങനത്തെ തണുപ്പില്ലതൊക്കെ പള്ളിയിൽ കണ്ടെത്തുമ്പോൾ ഞാളെ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കോഴിയുണ്ട്, ആ കോഴി ഞാൻ കേക്ക് വെള്ളത്തിലിട്ടേക്കാണ്. ഇന്ന് നമുക്ക് മന്തിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പത്തിരി ഇട്ടല്ലോ, ഇന്ന് നമുക്ക് മന്തി ഉണ്ടാക്കാം. എന്നും പത്തിരി ആകുമ്പോൾ ഒരു വെറുപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനില്ലേ പഞ്ചാര ഇട്ടു. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യിച്ചാനും വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും വേണ്ട ഒന്ന് പറഞ്ഞുതരാം, അത് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം കുറച്ച് വെള്ളത്തിൽ നമ്മളെ കസ്റ്റാർഡ് കലക്കി പറഞ്ഞേക്കണം കേട്ടോ. ഇനി നമ്മളെ പാലിങ്ങനെ തിളച്ച് വരുന്നതോട് കൂടി നമുക്ക് നമ്മളെ കസ്റ്റാർഡ് കലക്കി വെച്ചതും കൂടി അയക്കണം പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് തുറന്നിട്ടും പറ്റും. പിന്നെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ കുത്തിർക്കുമല്ലോ, താറാബിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തിന്നാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതാക്കണം, നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണമെന്നോ, നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിച്ചാലത് കുറച്ചൊരു പാത്രത്തേക്ക് ചൂടാറ്റിക്കാണ്ട് ഫ്രീസർക്ക് വെച്ച് കൊടുത്തേക്കണം. ബാക്കിയില്ലേ പിന്നെ നമുക്ക് ചൂടാറിയിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും മന്തി വെക്കാനുള്ള ചെമ്പട്ടിക്ക് ഞാൻ കോഴിയൊക്കെ മസാല ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ കളറൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും തിരുമ്പി ഞാൻ പൊരിച്ചാൻ വെച്ചത് കേട്ടോ ചെമ്പട്ടിക്ക്. അപ്പോൾ ചെമ്പട്ടിയിൽ ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിച്ചാണ് കേട്ടോ. ഞാൻ വേഗം എളുപ്പപ്പണി നോക്കിയതാണ്, കാരണം ഇനിയിപ്പോൾ വേറൊരു ചട്ടിയും കൂടി മോറാനാകുമല്ലോ, അത് എഴുതിയിട്ടാണ് നമ്മൾ ആ ചെമ്പട്ടി തന്നെ കോഴി പൊച്ചിനത്. പക്ഷേങ്കിൽ കോഴി വറ്റങ്ങോട്ട് അടി പിടിച്ചാണ്. അപ്പോൾ ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടോ, എളുപ്പപ്പണി വെറുതെ നോക്കിയേ. അപ്പോൾ ഇതാക്കണം നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിക്കണം കേട്ടോ. ആപ്പിളും മാങ്ങയും മുന്തിരിയും
ഉറുമാമ്പഴമൊക്കെ ആക്കി വെച്ച് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം കേട്ടോ. അതും വേണമല്ലോ ഒന്ന് തണുക്കുക. ഇനി നമുക്ക് ചോറ്റിന് വെള്ളം വെക്കണമല്ലോ. ചോറ്റിന് വെള്ളം വെക്കാൻ വേണ്ടി നമ്മൾ തിരിച്ച് കത്തിച്ചണം. അതിന് അടുപ്പിൽ നിന്ന് വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൽ പഞ്ചസാര ഇട്ടത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വാഴയ്ക്കയും അതേ പറഞ്ഞമാതിരി നമ്മളെ ആപ്പിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു കളർ മാറ്റം വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ. അതിനാണ് പഞ്ചസാര ഇട്ടേക്കണത് കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മളെ പഴത്തിനും ആപ്പിളിനൊന്നും കളർ മാറ്റമൊന്നും ഉണ്ടാവില്ല, അതേമാതിരി തന്നെ ഉണ്ടാവും കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കളർ ഉണ്ടാവും. അപ്പോൾ അതിനും വേണ്ടിയാണ് പഞ്ചസാര ഇട്ടേക്കണത്. അപ്പോൾ ഇനി അതും പാടൊക്കെ ഒന്ന് തണുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാക്കണ വിറകൊക്കെ വെച്ചുകൊടുത്ത് നമുക്ക് നമ്മളെ തിജ്ജൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചോറ് വെക്കണത് നമ്മൾ അടുപ്പത്ത് തന്നെയാണ്. അപ്പോൾ തിജ്ജൊന്ന് കത്തിച്ചെടുക്കണം. വെണ്ണൂറൊക്കെ വാരി വിറകൊക്കെ വെച്ച് ഓലക്കൊടി ഇല്ലേനി കേട്ടോ. അപ്പോൾ ഓലക്കൊടി കുറേ തപ്പിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അതിന് പിന്നെ ഞാൻ ഓലക്കൊടിയൊക്കെ കൊടന്ന് കത്തിച്ച് നമ്മളെ ചോറ്റിനില്ല തണിയും തീമിട്ടിക്കണം കേട്ടോ. അപ്പോൾ മന്തി നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിടണമല്ലോ, അതിനും വേണ്ടിയാണ് കേട്ടോ. പിന്നെ അരിയൊക്കെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിക്കണേ. പിന്നെ നമ്മൾ കോഴിയൊക്കെ പൊരിച്ചു. പിന്നെ ആ കോഴി പൊരിച്ച ഓയിലിൽ തന്നെ നമ്മൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ അരച്ചതും ഒക്കെ ഇട്ടിക്കണേ. പിന്നെ ആ ഓയിലിൽ ഏലക്കായും പട്ടയും ഗ്രാമ്പും ഇട്ട് പൊട്ടിയതിന് ശേഷം തക്കാളി ഇതൊക്കെ അരച്ചിട്ട് കൊടുത്തു. പിന്നെ 2 മാഗിക്കട്ട ഇട്ട് കൊടുത്തു കേട്ടോ. 2 കൊണ്ടുവന്നിനിത് അതിൽ ഒന്നിൻ്റെ പകുതി ഞാൻ ആ കോഴി പൊരിച്ചപ്പോൾ അതിൽ മസാല കൂട്ടിയപ്പം അതിൽ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ കുറച്ച് നമ്മളെ മല്ലിച്ചപ്പിൻ്റെ അരി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ കോഴി ഉണ്ടല്ലോ, അതിക്ക് നമുക്ക് ഈ മസാല നല്ല പാർന്ന് കൊടുക്കട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മന്തി തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് മസാല ഞാൻ അതിക്ക് പാർന്ന് കൊടുത്തു. പിന്നെ ബാക്കി ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ചോറ്റിൻ്റെ മേലെയും കൂടി ഒന്ന് പാർന്ന് കൊടുക്കാനാണേ. പിന്നെ ചോറ്റിന് വെച്ച തണീനൊക്കെ വെച്ച വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം ഉപ്പിട്ട് കൊടുത്തു. ഞാൻ അരി ഇട്ട് കൊടുത്തിക്കണ്, ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അങ്ങനെ ഇതാക്കണ ചോറൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പം അടിക്ക് പിടിച്ചാതൊക്കെ വേണ്ടി ഒരു തുള്ളി ചൂടുവെള്ളം കൂടി ഞാൻ ആ കോഴിയിൽ പാർന്നിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാക്കണ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി ചെമ്പട്ടിക്ക് ഇട്ടു. പിന്നെ കുറച്ച് നമ്മളെ മസാല ഉണ്ടായിരുന്നല്ലോ, അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുത്തിക്കണം കേട്ടോ ഞാൻ. പിന്നെ അങ്ങനെ ചോറൊക്കെ ദമ്മിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കട്ടോ. അപ്പം ഞാൻ കത്തിച്ചിട്ടൊന്നുമില്ല, ആ കണലിൽ നിന്നിട്ട് തന്നെ അങ്ങനെ ആവി വന്നോളൂ കേട്ടോ. കത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്ക് പിടിച്ചു. അപ്പം അങ്ങനെ അത് ഇതായി. പിന്നെ നമുക്കിന്ന് വെള്ളം ഉണ്ടാക്കുന്നത് വത്തക്കയാണ് കേട്ടോ. അപ്പോൾ വത്തക്കയൊക്കെ ജ്യൂസ് അടിച്ച് ഞാൻ അരിപ്പിക്കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വത്തക്ക ആയതുകൊണ്ട് തന്നെ അരിച്ചേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ നമ്മളെ കുരു ഉണ്ടാവും കരുതിക്കാണ്ട് അരിച്ചതാണ് വെച്ചെങ്കിൽ കുരു ഒന്നും ഒക്കെ അരിഞ്ഞ് ഇതായിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ ഇതാക്കണേ നമ്മൾ വെള്ളം അടിച്ചു. പിന്നെ വത്തക്കി ഇതാക്കി. പിന്നെ ചോറൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ വെച്ചിടീൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മളെ മന്തിയൊക്കെ അങ്ങനെ ഇളക്കി ആ മസാലകളൊക്കെ ഒരുമിച്ചാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വേറെ കളറും വേറെ കളറൊക്കെ ആയി ഇങ്ങനെ നിൽക്കും. അപ്പോൾ രണ്ടും പാടെ ഒരുമിച്ചാകാനും വേണ്ടി ഞാൻ ഒരുമിച്ചാക്കി വെച്ച് മൂടി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇന്ന് എണ്ണക്കടികളൊന്നുമില്ല കേട്ടോ. എന്നും ഇപ്പോൾ എണ്ണക്കടി ഉണ്ടാക്കിയാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിക്കണം കേട്ടോ. മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് മയോണൈസും വേണം, അതേമാതിരി തക്കാളി വെള്ളവും വേണം കേട്ടോ. അങ്ങനെ തക്കാളി വെള്ളം ഇനി ഉണ്ടാക്കണം. അങ്ങനെ ഇതാക്കണം. ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ നോമ്പ് തുറക്കാനായപ്പോൾ ഞാൻ എന്താട്ടിന്നേരം നമുക്ക് ഇന്നെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ലോണം തണുത്ത് വന്നിക്കണം കേട്ടോ. അതിക്ക് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നമ്മളെന്താട്ടി പിന്നെ അതിക്കിട്ട് കാണുന്ന സെറ്റാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് വത്തക്ക തന്നെ ഉള്ളൂ. അപ്പം ഇതൊക്കെ തന്നെ ഫ്രൂട്ട്സ് അല്ലേ, അതൊക്കെ നമുക്ക് പള്ളിക്ക് എത്താല്ലേ തന്നെയല്ലേ. അപ്പം നോമ്പ് തുറക്കുമ്പോൾ വേണമെങ്കിൽ തിന്നാം, അല്ലാത്തപ്പോൾ വേണമെങ്കിൽ തിന്നാം കേട്ടോ. അപ്പം മക്കളൊക്കെ വന്നിക്കണം കേട്ടോ. ഇത് അപ്പോൾ നമ്മളെ സനുവിനും മിന്നുട്ടിക്കൊക്കെ ഒന്ന് നോലുമ്പുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ രണ്ടാളും ഫുള്ളാക്കിയിട്ടോ നോൽമ്പ്. അപ്പോൾ നോൽമ്പ് തുറക്കാൻ ഞാനും മിന്നുട്ടി ഉള്ളതിന് മറ്റുള്ളി രണ്ടാളും പള്ളിക്കൊക്കെ തുറക്കാൻ പോയിക്കണേ. പിന്നെ വന്നാരെ ചോറൊക്കെ തിന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇതാക്കണേ. ഓല് പറഞ്ഞ് ഞങ്ങൾക്കില്ല തെരിമ്മാന്ന് പറഞ്ഞാൽ പോലിക്ക് എല്ലാവർക്കും ഇല്ലത് ഞങ്ങൾക്ക് 4 ആൾക്കും ഇല്ലതും ഞാൻ പാത്രത്തിലാക്കിക്കാണ് കേട്ടോ. എല്ലാവർക്കും ഓരോ കയ്യിൽ ഈ 2 കയ്യിൽ 3-4 കയ്യിൽ ഓരോരുത്തർക്കും ഓരോ പാത്രത്തേക്ക് അങ്ങനെ കണക്കാക്കി, ആർക്കും കൂടുതലും ഇല്ല ആർക്കും കുറവുമില്ല, അങ്ങനെ കണക്കാക്കി എടുത്തിക്കണം കേട്ടോ. എല്ലാവർക്കും ഒരേ മരിക്കത്തെ പ്ലേറ്റാണ് എടുത്തിക്കണത്. അപ്പോൾ ഒരു പ്ലേറ്റ് മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയുള്ളതൊക്കെ ഒരേ മരിക്കത്തെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ പരാതി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാക്കണേ ആരുതേതാ വലുതെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിന്നത് തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കണം.